നല്ല പഴുത്ത ഒരു അവക്കാഡോ എടുക്കുക, അത് നടുവിൽ മുറിക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ള സീഡ് എടുത്ത് ഒഴിവാക്കുക. അതിനുശേഷം ഒരു സ്പൂൺ എടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള മാംസളമായ ഭാഗം എടുത്ത് ഒരു കപ്പിലിടുക. ഒന്നുകിൽ സ്റ്റീൽ കപ്പാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഷുഗർ ചേർക്കാം. ഷുഗർ ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ എടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം അപ്പോൾ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഇനി അതുമല്ലെങ്കിൽ കുറച്ച് പാലെടുത്ത്, തണുപ്പിച്ച് വെച്ചിരിക്കുന്ന പാലെടുത്ത് നമുക്ക് ചേർത്ത് മിക്സിയിലിട്ട് അടിച്ച് ഉപയോഗിക്കാം. അല്ലെങ്കിൽ കുറച്ച് ഐസ്ക്രീം ആഡ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. നിങ്ങളുടെ ഇഷ്ടം എന്തോ അതിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഈ അവക്കാഡോ കഴിക്കാം. ഇനി പിന്നെ ഷുഗർ കൂടുതലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്കത് പ്ലെയിൻ ആയിട്ട് വേണമെങ്കിൽ കഴിക്കാം. നമുക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ. ഇതിൽ പ്രത്യേകിച്ച് മായമൊന്നും ചേരുന്നില്ല. കീടനാശിനികളൊന്നും അങ്ങനെ ആരും അധികം ഉപയോഗിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ നാട്ടിൻപുറങ്ങളിലുള്ളതിലൊന്നും ഇതാരും ഒന്നും ഉപയോഗിക്കുന്നത് ഇതുവരെയും കണ്ടിട്ടില്ല. ഇനി വരുന്നതെല്ലാം ഇങ്ങനെ കാർബൈഡ് എന്തെങ്കിലുമൊക്കെ വെച്ച് പഴിപ്പിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇവിടങ്ങളിലൊന്നുമില്ല. ഇത് പറിച്ചു വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കളറ് മാറി വരികയാണ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു ബ്ലാക്ക് കളറിലേക്ക് അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് കളറിലേക്കൊക്കെ മാറുന്നത് കണ്ടിട്ട് അധികം പഴുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. ആ പച്ച മാറി ഒരു ബ്രൗൺ കളറിലേക്കൊക്കെ വരുന്നത് കാണുമ്പോൾ തന്നെ ഇതെടുക്കുക, കട്ട് ചെയ്യുക, ഉപയോഗിക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്.